എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്ടോബർ 15-ാം തീയതി 5 മണി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ എല്ലാവരും ആ ടൈമിനുള്ളിൽ തന്നെ കൃത്യമായിട്ട് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ കോളേജ് ഓപ്ഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക. കോളേജ് ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് എത്ര വേണമെങ്കിലും തവണ പുതിയതായിട്ട് കോളേജസ് ആഡ് ചെയ്യാനും നേരത്തെ കൊടുത്ത കോളേജ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത കോളേജ് ഓപ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒരു പ്രഡിക്ഷനാണ്. ശരിയാവണം എന്ന് ഇല്ല. ജസ്റ്റ് ഒരു ട്രയൽ പോലെ പബ്ലിഷ് ചെയ്യുന്നതാണ് ട്രയൽ അലോട്ട്മെൻറ്റ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ടാണ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ടാണ് മെയിൻ അലോട്ട്മെൻറ്റ്സ് സ്റ്റാർട്ട് ആവുന്നത്. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സസിന് 3 മെയിൻ അലോട്ട്മെൻറ്റ്സ് ആണ് ഉള്ളത്. അത് കഴിഞ്ഞ് സീറ്റ് വേക്കൻസി വല്ലതും ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യും. പുതിയതായിട്ട് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ സമർപ്പിക്കുന്ന ഓപ്ഷനുകൾ 3 അലോട്ട്മെൻറ്റുകൾക്കും വേണ്ടി പരിഗണിക്കുന്നതിനായി പരമാവധി ഓപ്ഷനുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷനുകൾ റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പുതിയ കോളേജുകൾ വരുന്ന മുറയ്ക്ക് സമർപ്പിച്ച ഓപ്ഷനുകളുടെ കൂടെ കൂട്ടിച്ചേർക്കാൻ അവസരം തരുന്നതാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ കൂടുതൽ കോളേജസ് ആഡ് ചെയ്താൽ കൊള്ളാം എന്നുള്ളവർക്ക് ആ ടൈമിൽ കൂടുതൽ കോളേജസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കൊടുക്കുന്ന ഓപ്ഷൻസ് 3 അലോട്ട്മെൻറ്റിന് വേണ്ടിയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. സോ കൂടുതൽ കോളേജ് ഓപ്ഷൻസ് വയ്ക്കാൻ താല്പര്യമുള്ളവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ കൂടുതൽ കോളേജ് വയ്ക്കണം. പിന്നെ വയ്ക്കാനായിട്ട് അവർ ചാൻസ് തരത്തില്ല. പിന്നെ ലിസ്റ്റിലില്ലാത്ത പുതിയ ഏതെങ്കിലും കോളേജസ് വന്നാൽ അത് മാത്രമേ ആഡ് ചെയ്യാനുള്ള ചാൻസ് കിട്ടുകയുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി നേരത്തെ കൊടുത്ത ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും മാത്രമേ സാധിക്കത്തുള്ളൂ. അല്ലാതെ പുതിയ കോളേജസ് ഒന്നും ആഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പുതിയ കോളേജസ് എപ്പോഴാണ് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് രജിസ്ട്രേഷൻ ടൈമിലുമാണ് പുതിയതായിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും കോളേജസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി കൂടുതൽ കോളേജ് ഓപ്ഷൻസ് വയ്ക്കാൻ താല്പര്യമുള്ളവർ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം ആകുമ്പോൾ കൂടുതൽ കോളേജസ് ഓപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഒക്ടോബർ 15-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് കോളേജ് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് ആ ടൈമിനുള്ളിൽ തന്നെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റിന് കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾക്ക് കോളേജസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ല. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ചാൻസ് ചെക്കിംഗ് ആണെന്ന് നേരത്തെ പറഞ്ഞു. ഇല്ല എപ്പോഴും ശരിയായിരിക്കണമെന്ന് ഇല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തൊട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതെല്ലാവരും മനസ്സിലാക്കുക. കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് എക്സ്ട്രാ ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അക്ഷയ സെൻറ്ററിലോ കമ്പ്യൂട്ടർ കഫേസിലോ ഒക്കെ പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഫോൺ ഉണ്ടെങ്കിൽ അതിലും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആവുന്നത്. ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ആയതിനു ശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കോളേജ് ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തവർ നേരത്തെയുള്ള വീഡിയോസ് കണ്ട് മനസ്സിലാക്കി ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.